നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മാതാപിതാക്കൾ മക്കളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു നുറുങ്ങ് ചിന്തയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ ജീവിതം ധന്യമായി എന്ന് ചിന്തിക്കുന്നു. പിന്നെ തങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിറകു വിടർത്തി മക്കളെ അതിനനുസരിച്ച് വളർത്താൻ തുടങ്ങുന്നു. തങ്ങളുടെ മക്കൾ രാജകുമാരന്മാരും രാജകുമാരികളുമാണെന്ന രീതിയിൽ തങ്ങളുടെ കഴിവിനും അപ്പുറം സുഖസൗകര്യങ്ങൾ തുടക്കത്തിലേ കൊടുത്ത് വളർത്താൻ തുടങ്ങുന്നു. അപ്പോൾ എന്തു സംഭവിക്കുന്നു? കുട്ടികളുടെ ആഗ്രഹങ്ങൾ വീണ്ടും പറന്നുയർന്ന് അതുക്കുമേലെയായിത്തീരുന്നു. അത് സാധ്യമാക്കാൻ പിന്നെ പെടാപാടുപെടുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾ പിന്നെ അവരുടെ കൂടെ ഉള്ള പണക്കാരുടെ വീട്ടിലെ സൗകര്യങ്ങളാണ് മാതാപിതാക്കളോട് ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉയർന്നുയർന്ന് അവർ ട്രാക്ക് തെറ്റി ഓടാൻ തുടങ്ങുന്നു. തെങ്ങുകയറ്റുകാരൻ്റെ മകൻ ബൈക്കിൽ ചെത്തിമിന്നി കോളേജിൽ വരുന്നു. വലിയ വിലയുള്ള ഐഫോൺ ലോൺ എടുത്ത് വാങ്ങുന്നു. പെൺകുട്ടികളുടെ ഹീറോ ആയിത്തീരുന്നു. ക്ലാസ്സിൽ കയറാതെ പഠിക്കാതെ കോഴ്സ് തീരുന്നതുവരെ ചെത്തി നടക്കുന്നു. പെട്രോൾ ഒഴിക്കാൻ കാശില്ലാതെ ഇതിനോടകം ലഹരിക്കടത്ത് പോലെയുള്ള വേണ്ടാത്ത മേഖലകളിൽ ഇടപെട്ട് കാശുണ്ടാക്കാനും അവർ തുടങ്ങുന്നു. കോളേജിൽ വന്ന ലക്ഷ്യം പാടെ മറന്ന് പഠനം മുഴുമിക്കാതെ കേസുകളിൽ അകപ്പെട്ട് തിരിച്ചുപിടിക്കാനാകാത്ത വിധം അവർ ജീവിതം പാഴാക്കുന്നു. പെൺകുട്ടികളും ഇതുപോലെ തന്നെ വലിയ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി വേണ്ടാത്ത പലതും ചെയ്യുന്നു. എൻ്റെ ചിന്തയിൽ കുട്ടികൾ മാതാപിതാക്കളുടെ ഇല്ലായ്മയും പൊല്ലായ്മയും അറിഞ്ഞ് വളരാത്തതാണ് ഇതിനൊക്കെ കാരണം. പിന്നെ അവർ ജീവിതത്തിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് സ്വയം അധ്വാനിച്ചുണ്ടാക്കുവാനുള്ള ഉൾക്കരുത്ത് നേടാൻ പ്രാപ്തരാകാതെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞ് കുട്ടികളെ തിരുത്താനുള്ള ധൈര്യം മാതാപിതാക്കൾക്കില്ലാതെ പോകുന്നു. അതിനുള്ള മാർഗനിർദ്ദേശം അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ കടമെടുത്ത് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകുന്നത് ഒരിക്കലും ശരിയല്ല. പഠിക്കാനുള്ള സാഹചര്യം കൊടുക്കുകയും പഠിത്തത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും മാത്രം ചെയ്യണം. മാത്രമല്ല, ജീവിതം ഒരു പൂമത്തെ അല്ലെന്നും ജയവും തോൽവിയും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഇടകലർന്ന് വെട്ടിത്തെളിച്ച് കൈവരിക്കേണ്ട ഒന്നാണ് ജീവിതമെന്നും കുട്ടികളെ ബോധ്യമുള്ളവരാക്കണം. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലെ ചെറിയ തിരിച്ചടികളും പരാജയവും അവർ ധൈര്യത്തോടെ നേരിടും. അത് മനസ്സിലാക്കാത്തവർ ഒരു ചെറിയ തിരിച്ചടി വരുമ്പോൾ തന്നെ നേരിടാനാകാതെ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഓരോ പ്രതിസന്ധികളും ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് അവരെ മാതാപിതാക്കൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ടത്. ആ സ്നേഹമേ നിലനിൽക്കൂ. വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഏത് തലത്തിലുള്ള കുടുംബവും ഉണ്ടാക്കിയെടുക്കണം. വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും കുടുംബത്തിൻ്റെ കൂട്ടായ പ്രശ്നമാണെന്ന് വരുത്തണം. കുട്ടികളെയും നമ്മുടെ പ്രശ്നങ്ങൾ, പൊതുവായ പ്രയാസങ്ങൾ എല്ലാത്തിലും ഉൾപ്പെടുത്തുകയും അഭിപ്രായം ചോദിക്കുകയും വേണം. എന്നാൽ മാത്രമേ അവരും കുടുംബത്തിൻ്റെ ഭാരം അറിയുകയുള്ളൂ. ചെറുപ്പത്തിലെ അവരെയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പഠിപ്പിക്കണം. പഠിത്തം മാത്രമല്ല, കുടുംബം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം മുന്നോട്ട് എന്ന് അവർ പഠിക്കുകയും വേണം. അങ്ങനെ കുടുംബമായിട്ടുള്ള ഒരു ദൃഢബന്ധം അവർ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ നല്ലൊരു കുടുംബ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കൂ. അല്ലാത്തവർ കുടുംബസ്ഥരാകുന്ന മുറയ്ക്ക് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ഡൈവോഴ്സിലേക്ക് പോവുകയും ചെയ്യും. എൻ്റെ ദീർഘമായ ജീവിതത്തിനിടയിൽ ഞാൻ ഈ രണ്ട് തരത്തിലും കുട്ടികളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ധനസ്ഥിതി ഉള്ളവരും ഇല്ലാത്തവരും അവരവർക്കുള്ളതിനും മേലെ സൗകര്യം കൊടുത്ത് കുട്ടികളെ വഷളാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഉള്ളവർ അത്രയും കാണിക്കാതെ കുട്ടികളിൽ സ്വയം പര്യാപ്തത വളർത്തി മിടുക്കരായി മുന്നേറിയവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലായ്മയിൽ വാശിയോട് പഠിച്ച് മാതാപിതാക്കൾക്ക് തണലായി തീർന്നിട്ടുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തങ്ങളുടെ കുട്ടികളെയും സാധാരണക്കാരായി മാത്രം കണ്ട് ജീവിത ലക്ഷ്യം കൈവരിക്കാൻ പഠിപ്പിക്കണം. ജീവിത മൂല്യങ്ങൾ, ജീവിത വിജയം കൈവരിക്കാനുള്ള മാർഗങ്ങൾ, കൃത്യനിഷ്ഠ, സമയനിഷ്ഠ, സഹാനുഭൂതി, സഹവർത്തിത്വം തുടങ്ങി നല്ല സ്വഭാവ ഗുണങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. നല്ല ഒരു വ്യക്തിയായി അവരെ വളർത്തണം. പണം ദൂർത്തടിക്കുന്നത് കുറ്റകരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. കോളേജിലും
സ്കൂളിലും പഠിക്കാനാണ് പോകുന്നത് എന്ന ബോധ്യം പറഞ്ഞു മനസ്സിലാക്കണം. ജീവിതത്തിൻ്റെ അപ്പർ ക്ലാസ്സിലുള്ളവർ ഏത് വിധേനയും മക്കളെ കാശിൻ്റെ ബലത്തിലെത്തേണ്ടിടത്ത് എത്തിക്കും. ഇതിനിടയിൽ താഴേക്കിടക്കാർ ഈ മാസ്മരികതയിലൊക്കെ മുഴുകി ജീവിതം തുലയ്ക്കും. അവരുടെ ഭാവി മുരടിച്ചു പോകും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത്തരക്കാരുടെ ഇപ്പോഴത്തെ ജീവിതവും അവരുടെ അടുത്ത തലമുറയും കീഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ കരകയറാൻ പറ്റാതെ വരും. അതുകൊണ്ട് മാതാപിതാക്കൾ ഏതവസ്ഥയിലുള്ളവരാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെ പല സന്ദർഭങ്ങളും കാണാൻ ഇടവന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും നന്ദി, നമസ്കാരം.